welcome back to my channel Aiswarya. So ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു മോയ്സ്ചറൈസർ വീഡിയോ ആണ്. മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ക്രീം എന്നൊക്കെ പറയാം. ഇതൊരു ഫ്ലോറൽ ക്രീം എന്നോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീം എന്നോ അങ്ങനെയൊക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആക്കാനും നല്ലോണം ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് ഈസി ആയിട്ട് അവൈലബിൾ അല്ലായിരുന്നു. സോ ഉള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാറ്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ചെയ്യാം. സോ ഉള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യാം. കാരണം ഇതിലുള്ള കോൺസിസ്റ്റൻസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവണേ എപ്പോഴും പറയാൻ പോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തുള്ള ഓൾ ഓപ്ഷൻസ് എനേബിൾ ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ പോകും. കാരണം അത്ര കുറച്ച് വലിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാം മനസ്സിലാവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം വീഡിയോയുടെ കൂടെ തന്നെ വോയിസ് ഓവർ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോറൽ ബ്യൂട്ടി ക്രീമിന് വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റ് സാധനം നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം എപ്പോഴും ബ്ലൂ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. എനിക്ക് ബ്ലൂ ഒട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് ശംഖുപുഷ്പം എടുത്തിട്ടുള്ളത്. പിന്നീട് ആ ഒരു റോസാപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെമ്പരത്തി നമ്മുടെ ഈ ഒരു സാധാരണ ചെമ്പരത്തി ഉണ്ടല്ലോ, 5 ഇതളുള്ള ചെമ്പരത്തി, ആ ചെമ്പരത്തി തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അത് ചെമ്പരത്തി ഞാൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാലസൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പെറ്റൽസ് മാത്രം മതി. ഓരോ പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. അത്ര പാടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മളത് എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പെറ്റൽസ് എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് അടുത്തത് നമ്മുടെ റോസും അതേപോലെ തന്നെ പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം എടുക്കുമ്പോൾ ഇതിൻ്റെ കാലസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് സൂക്ഷിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇതളുകൾ മാത്രം മതി. അപ്പോൾ അത് സൂക്ഷിച്ച് തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ ആ ഒരു പൂമ്പൊടിയും നമ്മുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിലുള്ള ചെറിയ പാർട്ട് നമ്മുടെ ഗൈനീഷ്യം ആൻട്രീഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. പിന്നെ എന്താണ് നെക്സ്റ്റ് പിന്നെ നമ്മൾ റോസ് എടുത്തിട്ടുണ്ട്. റോസും അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഞാനിതിപ്പോൾ ഓരോ പെറ്റൽസായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണതായിരിക്കും നല്ലത്. കട്ട് ചെയ്യാതെ എടുക്കുമ്പോൾ നമുക്കത് അത്ര നന്നായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര പാടുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സിസേഴ്സൊക്കെ നല്ല ക്ലീനാണ് എന്നൊക്കെ ശ്രദ്ധിക്കുക. എല്ലാം ഹൈജീനിക്കായിട്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ വീട്ടിലുള്ളതായതുകൊണ്ട് തന്നെയാണ് കഴുകണതൊന്നും കാണിക്കാത്തത്. നിങ്ങൾ ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും എന്തായാലും കഴുകണം. ഇനി വീട്ടിലുള്ളതാണെങ്കിൽ പൊടിയടിച്ച് നിൽക്കുന്ന പൂക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് തന്നെ എടുക്കുക. കാരണം അലർജി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിന്നെ റോസും ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത്തിരി വലിയ പെറ്റൽസ് ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പെറ്റൽസ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്വന്തം ചെടിയിലുള്ള റോസാപ്പൂവാണ്. ഞാൻ എപ്പോഴും അതാണ് കേട്ടോ എല്ലാത്തിനും യൂസ് ചെയ്യണത്. നമ്മൾ റോസ് വാട്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെന്താണ് റോസ് ഓയിലൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെയും നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണം, നമ്മുടെ ആ ഒരു ബ്ലൂ കളറിലുള്ള ശംഖുപുഷ്പം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇവിടെ ചെടിയുണ്ട്, പക്ഷേ പൂക്കളൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് പാത്രത്തിലോട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ പെറ്റൽസും പിന്നെ നമ്മുടെ റോസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തിളക്കണ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് ഒരു 6 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ അടുത്തൊരു സ്റ്റീൽ പാത്രം, സ്റ്റീൽ മീൻസ് ഇങ്ങനത്തെ നമുക്ക് ചൂടാക്കാൻ പറ്റുന്ന പാത്രം എടുക്കുക. അതിലോട്ട് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ആ ഒരു ഗ്ലാസ്സിലെടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാനിത് ആഡ് ചെയ്യണത് 2 ടേബിൾ സ്പൂണാണ്.
അപ്പോൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ള ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി പറ്റുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ബട്ട് ഒലീവ് ഓയിലാണെങ്കിൽ നമുക്കൊരു സൺ പ്രൊട്ടക്ഷനും കൂടെ ഉണ്ട്. ഒലീവ് ഓയിൽ SPF 8 ഉണ്ട്. സോ നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷനാണ്. ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിങ്ങനെ നിന്നോളും. നല്ലോണം തിളയ്ക്കുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആവും. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ആ ഒരു പെറ്റൽസിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലോണം ചേഞ്ച് ആവും. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓയിൽ വരണതായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ട ഇതിലിപ്പോൾ ഓയിൽ ഒട്ടുമില്ല. നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റിർ ചെയ്തത് ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഓയിൽ നല്ല എക്സ്ട്രാക്റ്റായി വരണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പെറ്റൽസിൽ നിന്നുള്ള ഇൻഫ്യൂസ്ഡ് ഓയിൽ. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് ഭയങ്കര നല്ലതാണ്, സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ ഒരു പെറ്റൽസിൽ നിന്നുള്ള എല്ലാ ഗുണവും ഈ ഒരു ഓയിലുണ്ട്. സോ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ദിവസമാണ് അത് ഞാൻ വച്ചിട്ട് അടുത്ത ദിവസം അത് ഞാൻ വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഇത് ഉച്ചയായിട്ടുണ്ടല്ലോ, ഈ സമയത്താണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് നമ്മുടെ അലോവേറ ജെല്ലാണ്. ഈ അലോവേറ ജെൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേറ ജെല്ലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് താണ്ട് ഐക്കാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോണത്, നമ്മുടെ ഈ ഒരു നമ്മുടെ ഓയിൽ ഒന്ന് ഇതിലോട്ടൊന്ന് അരിച്ചൊഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മറ്റേ ഈ ഒരു അരിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇതിങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹൈജീനിക് ആയിരിക്കും. മീൻസ് വേറെ ഒന്നും യൂസ് ചെയ്യാത്ത ക്ലോത്ത് അല്ലേ, അപ്പോൾ നമുക്ക് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിലിൻ്റെ കളർ കണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഗ്രീനിഷ് കളറിലുള്ളൊരു ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. എങ്കിൽ മാത്രം നല്ലൊരു ഒന്ന് മിക്സായി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, നല്ലൊരു സ്നോ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ ഞാൻ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് അതൊന്ന് കട്ടിയായിരിക്കുന്നതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ക്ലോത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു എക്സ്ട്രാക്റ്റിന് വേണ്ടി വെച്ചിരുന്ന ആ ഒരു വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വാട്ടർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരു 6 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വാട്ടറാണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു കളറും പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും കിട്ടും. ഇനി ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യണത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ ആഡ് ചെയ്യണതാണ് നല്ലത്. പക്ഷേ എനിക്ക് ആ റോസ് വാട്ടറിൻ്റെ ആ സ്മെല്ല് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നല്ലൊരു ലിക്വിഡായിട്ട് തന്നെ കിട്ടും. ഒട്ടും തരികളൊന്നും ഇല്ലാത്തൊരു ലിക്വിഡായിട്ട് കിട്ടും. സോ ഞാൻ നല്ലോണം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്, ഞാൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഞാനിതിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ക്രീം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും യൂസ്ഫുള്ളാണ്, അത്രയും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കാര്യം നമുക്ക് നോക്കിക്കുക. ഓൾസോ ഓൾ ഓപ്ഷൻ കൂടെ എന്നെ വിളിച്ചേക്കാം. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകും. കാരണം അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാം. പിന്നെ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു വന്നിരിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ദിസ് ഈസ് ഐശ്വര്യ സൈനിങ് ഔട്ട്. ബൈ.